ഹായ് സുഹൃത്തുക്കളെ, ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ രാവിലത്തെ കാപ്പിയും ഉച്ചക്കത്തെ ഊണും എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് പോയി നോക്കിയാലേ. നിങ്ങൾ വരി, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ദാ പോയി ദാ വന്ന് എന്ന് പറയുന്ന കണക്ക് നമുക്ക് പോയി പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവരും ലൈക്കും ചെയ്യണം, ഫോളോവും ചെയ്യണം, മറന്നു പോകരുത് കേട്ടാ. എന്തായാലും നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം. വാ, ഇന്ന് ഇത്രയേ ഉള്ളു, ഇത്രയേ ഉള്ളു. ഉണ്ട്, ഇത്രയേ വെച്ചിട്ടുള്ളു. എല്ലാവരും വരി. കൂട്ടാൻ വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ഇത്തിരി കാന്താരി മുളകിട്ട് ഒന്ന് പറ്റിച്ച് വയ്ക്കാം നമുക്കൊന്ന്. അതിനുശേഷം ചക്കക്കുരു വേവിച്ച് വെച്ചേക്കണം, അമരക്കയും കൂടി ഇട്ട് പിന്നെ തോരൻ വയ്ക്കാം, കോള പൊരിക്കാം. അങ്ങനെ ഇന്ന് ഇത്രയും കറി ഉണ്ടാക്കാം. കടുക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ വേവിച്ച് വെച്ച ചക്കക്കുരു അതിലങ്ങ് ഇടുക. എന്നിട്ട് ഇളക്കി നല്ലോണം അങ്ങ് അടച്ച് വയ്ക്കുക. എന്നിട്ട് അരപ്പ് ഇട്ടെടുത്ത് അടിപൊളി ടേസ്റ്റാണ്. അരപ്പിട്ടിട്ട് അത് തേങ്ങയും വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടിയും കൂടി മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അത് നമ്മളിത് തട്ടിയിലൂടെ ചക്കക്കുരു ഉപ്പിട്ട് മുമ്പേ വേവിച്ച് വെച്ചതായിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ അമരയ്ക്കത്തോരൻ തിന്നാൻ കേട്ടോ. നല്ല രുചിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ തിന്നാൻ, കഞ്ഞീരോടെയും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇളക്കിയെടുക്കണം. കൂടെ നമ്മളൊന്ന് ഇളക്കണം. അടപ്പ് തുറന്ന് ഇളക്കി ഇട്ട് വേണം അരപ്പ് അരച്ച് വെച്ചേക്കുന്ന ഇടാൻ. അതെന്താന്ന് നോക്കിയിട്ടേ പുളി ഇടാം. ഇട്ട് കണ്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടാം. അതിന് ശേഷം നമുക്ക് ഇത്തിരി ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടി. അതിന് ശേഷം നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഈ അരപ്പ് കലക്കിയതാണ്. കലക്കിയിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇച്ചിരി ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഒന്ന് തിളക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഒന്ന് അതവിടെ കിടന്നങ്ങ് പറ്റിക്കോളും. ഒന്ന് വെച്ച ചോറാണ്. പിന്നെ ഇത് ചെങ്കലവയിട്ട് വെച്ച കറിയാണ്. പിന്നെ ഇന്നലത്തെ കറി പറ്റിച്ച ബാക്കി. പിന്നെ അമരക്കയും ചക്കക്കുരുവും കൂടി ഇട്ട് തോരൻ വെച്ചതാണ്. പിന്നെ ഇത് കാന്താരി മുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ പുളിയൊക്കെ ഇട്ട് ഒന്ന് പറ്റിച്ചെടുത്തതാണ്. അതിന് ശേഷം കോള പൊരിച്ച്. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്ന്. കണ്ടോ, ഇന്ന് ഇത്രയേ വെച്ചോളൂ. എല്ലാവരും വരി, ഇന്ന് ഇത്രയേ വെച്ചോളൂ കേട്ടോ. ഇന്ന് ഇത്രയേ വെച്ചുള്ളൂ. എല്ലാവരും വരി, ഇന്ന് ഇത്രയേ വെച്ചുള്ളൂ. കണ്ടോ, ഇത്രയേ വെച്ചുള്ളൂ. കണ്ടോ.